ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഹൊറർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡിസ്ക്വയറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, ഈ മൂവി കണ്ടു തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് ഒരു കാര്യമായിരിക്കും. പക്ഷേ മൂവി അവസാനിക്കുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ മൂവിയിൽ സംഭവിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സാമിനെയാണ് കാണിക്കുന്നത്. അതുപോലെ സാമിന് സാറ എന്ന് പറഞ്ഞൊരു ഭാര്യയും അതേപോലെ തന്നെ ഒരു മകളും ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ജീവിതം കുറച്ച് നല്ല രീതിയിലാണ് പോകുന്നത്. സാം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ മതിയായിട്ടുള്ള പണമില്ല. അങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ പോകുന്ന സാമിന്റെ കുടുംബം അവിടെ വെച്ചാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. സാമിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ സമയത്ത് തന്നെ അവിടേക്ക് ഒരു പോലീസുകാരൻ അതേപോലെ തന്നെ ഫയർഫോഴ്സ് ഇവരെല്ലാവരും വന്ന് സാമിനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അവനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാമിന് ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും സാമിനെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ഡിസ്ക്വയറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് സാം ഈ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണു തുറക്കുന്നു. അവന്റെ വായിലൂടെയും മൂക്കിലൂടെ എല്ലാം ട്യൂബെല്ലാം ഇട്ടിട്ടുണ്ട്. കാരണം അവൻ അത്രയും വലിയൊരു പരിക്ക് പറ്റിയതുകൊണ്ട് അനങ്ങാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ എന്തായാലും അവന് ഭേദമായിട്ട് അവൻ കണ്ണു തുറന്ന് അവന്റെ വായിലുള്ള ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അതെല്ലാം വലിച്ചൂരി ഈ നേഴ്സുമാരെ വിളിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു അലാറത്തിൽ ഞെക്കിയിട്ട്. പക്ഷെ ഇതുവരെ നേഴ്സുമാർ ആരും അവിടേക്ക് വന്നിട്ടില്ല. അതും കൂടാതെ സാം കിടക്കുന്ന അതേ മുറിയിലെ മറ്റൊരു ബെഡില് ഒരു വയസ്സുള്ള ഒരാളും കിടപ്പുണ്ട്. അയാളും ഇതുപോലെ ട്യൂബെല്ലാം വായിലേക്കിട്ട് അനങ്ങ കഴിയുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെ സാം ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ആ ഒരു ബെഡിലേക്ക് നോക്കുമ്പോൾ അവിടെ നേരത്തെ കണ്ട ആ ഒരു അപ്പൂപ്പനെ കാണുന്നില്ല. ഇനി അവന് തോന്നിയതാണോ അറിയാൻ കഴിയാതെ സാം എഴുന്നേറ്റ് മാറുന്നതും പെട്ടെന്ന് ആ ഒരു അപ്പൂപ്പൻ സാമിന്റെ മുകളിലേക്ക് ചാടി വീണ് അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സാമിനെ കൊല്ലുമെന്നുള്ളൊരു അവസ്ഥയാവുന്നതും സാം അയാളെ ചവിട്ടി താഴെ കിട്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്നൊരു പ്ലേറ്റ് എടുത്ത് അയാളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് ആ റൂമിൽ നിന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അവിടെ നിന്ന് ഹലോ ആരെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അപ്പോഴും ഇയാളുണ്ടല്ലോ അവിടെ നിന്ന് ചാടി വന്ന് സാമിന്റെ കഴുത്തിൽ പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് അവസാനം ഈ സർജിക്കൽ നൈഫും അതേപോലെ തന്നെ കത്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം താഴെ വീണ് കിടക്കുന്ന കണ്ട് സാം ഇഴഞ്ഞു വന്ന് അതോറിന്റെ എടുത്ത് അയാളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത് അയാളെ കുത്തി താഴേക്കിട്ട് മുകളിലേക്ക് കയറിയിരുന്ന് അയാളെ കുത്തി കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. ഹലോ ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിനകത്ത് ഇവരല്ലാതെ വേറെ ആരെയും കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അറിയാതെ സാം അവിടെ നിന്ന് നടന്ന് വീണ്ടും അവൻ കിടന്ന ആ ഒരു മുറിയുണ്ടല്ലോ അവിടേക്ക് തന്നെ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ആ സർജിക്കൽ നൈഫ് എടുത്ത് അവൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്റെ റൂമിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നേരത്തെ കണ്ട അതേ അപ്പൂപ്പൻ ഈ റൂമിനകത്ത് കിടക്കുന്നു. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് സാമിന് മനസ്സിലാവുന്നില്ല. ആകെ കിളി പോയിട്ട് അവൻ നേരെ അകത്തേക്ക് കയറി അവന്റെ പാന്റും ഷർട്ടെല്ലാം എടുത്തിടുന്നുണ്ട്. അതേപോലെ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സിഗ്നലും കാണിക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ ഡോറിനടുത്ത് നേഴ്സ് വന്ന് നിൽക്കാണ്. എന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളെന്താ വിളിച്ചത്? പേഷ്യൻസ് ഒരിക്കലും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ സാം പറയും, സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ അടുത്തുള്ള ആ ബെഡിൽ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അയാളെ കാണിക്കുമ്പോൾ അയാളെ ആ ബെഡിൽ വീണ്ടും കാണാനില്ല. ഹേയ് അയാൾ എവിടെ പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നേഴ്സിനെയും കാണുന്നില്ല. അങ്ങനെ സാം ആ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ലിഫ്റ്റിനടുത്തേക്ക് പോകും. ലിഫ്റ്റ് വഴി താഴേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ലിഫ്റ്റിനടുത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെ ആ ലൈറ്റ് എല്ലാം ഇങ്ങനെ പൊട്ടുന്നു. അതിന്റെ വെളിച്ചത്തിലെ അതേ അപ്പൂപ്പനെ പിന്നെയും കാണുന്നുണ്ട്. അയാൾ സാമിനെ കൊല്ലാൻ വേണ്ടി അവിടെ നിന്നും ഓടി വരികയാണ്. ഇത് കണ്ട സാം പെട്ടെന്ന് തന്നെ ആ ഒരു ലിഫ്റ്റ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലിഫ്റ്റും തുറക്കുന്നില്ല, ഇയാൾ അടുത്തേക്കും വരുന്നുണ്ട്. അവസാനം സാം ആ ലിഫ്റ്റിനകത്തേക്ക് കയറി ലിഫ്റ്റ് അടയുന്നതും ഇയാൾക്ക് അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ലിഫ്റ്റ് താഴേക്ക് പോകുമ്പോഴത്തേക്കാണ് അയാൾ ഇപ്പോൾ ലിഫ്റ്റിന് മുകളിലേക്ക് കയറി നിന്നിട്ട് ലിഫ്റ്റിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ഇടിച്ചിടിച്ചിങ്ങനെ പൊട്ടിക്കുന്നു. എന്നിട്ട് അത് വലിച്ചു തുറന്ന് അതിനുള്ളിലൂടെ തല ഇടുന്നതും സാം അടുത്തൊരു ഫ്ലോറിലേക്ക് ചാടിയങ്ങിറങ്ങും. അങ്ങനെ അവിടെ നിന്ന് ഓടിയിട്ട് ഒരു പൈപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം ഇവിടെ നടക്കുന്ന എന്താണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് എന്താണെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നുണ്ട്. ഒരു പോലീസുകാരൻ അതേപോലെ തന്നെ ഒരു ഫയർഫോഴ്സുകാരൻ രണ്ടുപേരും രണ്ടു വശങ്ങളിൽ വന്ന് സാമിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൻ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇതേ ഹോസ്പിറ്റലിലെ ഒരു സർജറിക്കായിട്ട് വന്ന ഒരു ലേഡി അവളുടെ അടുത്തായിട്ട് ആ ഒരു സർജറി ചെയ്യാനായിട്ട് റെഡിയായിട്ട് ഒരു ഡോക്ടറും നേഴ്സ് നിൽപ്പുണ്ട്. അതുമല്ല എല്ലാം ശരിയാവും, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഈ ബ്രസ്റ്റ് സർജറി ഉണ്ടല്ലോ, ബ്രസ്റ്റ് കുറച്ചുകൂടി വലുതാക്കുന്നത്, ആ സർജറിയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ പെണ്ണിന്റെ മുഖത്തേക്ക് ഈ ഓക്സിജൻ മാസ്ക് അങ്ങനെ വെച്ചിട്ട് അവളെ ഉറക്കി കിടത്താനായിട്ട് വരുമ്പോൾ
ആ പെണ്ണ് നോക്കുമ്പോഴത്തേക്ക് ഈ നേഴ്സിന്റെയും ഡോക്ടറിന്റെയും മുഖം ഉണ്ടല്ലോ, അതിൽ കണ്ണും വായും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിൽ അവൾ കാണുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് ആ പെണ്ണ് വീണ്ടും കണ്ണുറക്കാണ്. കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്ത ആ നേഴ്സിനെയും ഡോക്ടറിനെയും കാണാനില്ല. പകരം അവളുടെ കയ്യിലേക്ക് വേറെ ഏതൊരു കൈ വന്നിങ്ങനെ പിടിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ ബ്രസ്റ്റിന്റെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത മറ്റൊരു സ്ത്രീ ഒരു വല്ലാത്ത രീതിയിൽ ആ പെണ്ണിനെ പിടിച്ചു വെച്ച് ഇപ്പോൾ രണ്ട് വശങ്ങളിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ അവര് രണ്ടുപേരുടെ കയ്യിലും കത്തിയിരിപ്പുണ്ട്. അതേപോലെ തന്നെ ഈ പെണ്ണിനെ കൊല്ലാനായിട്ട് പോവാണ്. അങ്ങനെ ഇവൾക്കാണെങ്കിലോ രക്ഷപ്പെടാൻ കഴിയാതെ എന്നെ സഹായിക്കണേന്ന് ഇങ്ങനെ വിളിക്കുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ സാം ഉണ്ടല്ലോ, അവൻ ഈ റൂമിന് വെളിയിലേക്ക് വന്ന് ഈ കമ്പിയും കൊണ്ട് അകത്തേ കയറിയിട്ട് അവരോട് പറയും, അവളെ വെറുതെ വിട്, അവളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു പെണ്ണ് നടന്ന് സാമിന്റെ അടുത്തേക്ക് വരും. സാം അങ്ങനെ നിൽക്കുന്നതും ഈ പെണ്ണിന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് സാമിന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്തുകൊണ്ട് സാം പുറകിലേക്ക് പോയിട്ട് ഇപ്പോൾ കട്ടിൽ കിടക്കുന്ന ആ പെണ്ണ് പറയും, അവളെ അടിക്കാൻ പറയുന്നത് സാം അവളെ ഒരു ഒറ്റയടി കൊണ്ട് ആ പെണ്ണ് താഴെ വീഴുന്നതും ഈ കട്ടിൽ കിടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് ചാടി എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് പോവാണ്. അപ്പോൾ സാമും അതേ കമ്പി കാണിച്ചിട്ട് പതിയെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി ആ ഡോർ അടച്ചിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അതിന് വെളിയിൽ ആ പൈപ്പ് അങ്ങ് വയ്ക്കും. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു വശത്തേക്ക് വരുന്നതും ഇപ്പൊ ആ കട്ടിൽ കിടന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളോട് സാം പറയുന്നുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കണ്ട ഒരേ ഒരു യഥാർത്ഥ വ്യക്തിയായ നിങ്ങളാണ്. എന്റെ പേര് സാം, അവളുടെ പേര് മോണിക്ക എന്നാണ്. അപ്പോൾ സാം ചോദിക്കും, നിങ്ങൾക്ക് ഓർമ്മയുള്ള അവസാനത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇതുപോലെ ഒരു സർജറിക്ക് പോയത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്, പിന്നീട് ഞാൻ ഇതുപോലെ കണ്ണുറക്കായിരുന്നു. അപ്പോൾ സാം പറയും, അതെ എനിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ എന്നോടൊപ്പം കോമയിലുണ്ടായിരുന്ന മറ്റൊരാൾ ഉണർന്നിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതും 2 തവണ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ മതിയാവും എന്ന് പറയുമ്പോൾ മോണിക്ക ഒരു വഴിയെ എലിവേറ്റർ വഴിയെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ സാം പറയും, അതുവഴിയല്ല, അവിടെ ആ കോമയിൽ ഉണർന്ന അയാളുണ്ട്, അതുകൊണ്ട് എന്നെ വിശ്വസിക്കും, നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇവർ ഈ റിസപ്ഷൻ ഭാഗമുണ്ടല്ലോ അവിടേക്ക് വരും. അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല, സിഗ്നലൊന്നും കിട്ടുന്നില്ല, അതേപോലെ തന്നെ നെറ്റ്വർക്ക് പോലും ഇല്ല. അപ്പോൾ സാം ഈ ഹോസ്പിറ്റലിന്റെ മാപ്പ് എടുത്ത് നോക്കിയിട്ട് മോണിക്കയോട് പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ വന്ന ആള് ആദ്യത്തെ തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അപ്പോൾ ഞാൻ അയാളെ അടിച്ച് താഴെ കിട്ടു, അത് കഴിഞ്ഞ് ഞാൻ അയാളെ കുത്തിക്കൊന്നു. പക്ഷെ വീണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അയാൾ അതേ റൂമിൽ അതേ കിടക്കയിൽ തന്നെ ഞാൻ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഡോക്ടറിന്റെ ഡ്രസ്സ് എടുത്തിട്ടോ നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ മോണിക്ക പറയും, ശരി, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞാലേ നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷം അനുഭവിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സാം, ദേ ലേഡി, ഇത് നോക്ക്, എനിക്കൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് എനിക്ക് അവരെ കാണാൻ പോണം, അതുകൊണ്ട് എന്നോടൊപ്പം വരുന്നെങ്കിലേ നീ വാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ മറ്റൊരിടത്ത് ആരോ ഒരാളിങ്ങനെ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ സാം അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും മോണിക്ക പറയുന്നുണ്ട്, ഇല്ല പോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും സാം നേരെ അവിടേക്ക് ചെന്നിട്ട് ആ റൂമിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു തന്നെ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ സാം വന്നിട്ട് പറയും, ഹേയ് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയത്തില്ല, ഞാൻ കണ്ണുറക്കുമ്പോൾ എന്നെ ഇവിടെ കെട്ടിയിട്ടേക്കാണ് എന്ന് പറയുമ്പോൾ സാം ചോദിക്കും, അല്ല നിനക്കെന്താ സംഭവിച്ചേ, എനിക്ക് വെടിയേറ്റു, അതിനുശേഷം എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, എനിക്ക് എന്താ സംഭവിക്കുന്നത്, എന്നെ കെട്ടഴിച്ചു വിടാൻ പറയുമ്പോൾ സാം അവന്റെ കെട്ടെല്ലാം അഴിച്ചു വിടുകയാണ്. അപ്പോൾ സാം ഇവരോട് പറയും, ശരി, നമുക്ക് 3 പേർക്കും ഒരുമിച്ച് നിൽക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നല്ലോ, അവൻ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവനൊരു ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു, കൂടെ തന്നെ ഒരു പോലീസുകാരൻ പുറകെ വന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എഴുന്നേറ്റ് അവന്റെ പേര് കാർട്ടർ എന്നാണ്. അങ്ങനെ ഇവർ 3 പേരും അവിടെ നിന്ന് വെളിയിലേക്ക് പോയിട്ട് നേരെ ലിഫ്റ്റിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ലിഫ്റ്റ് വഴി പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ മോണിക്കയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു 3 പെണ്ണുങ്ങളുണ്ടല്ലോ, അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന അവർ 3 പേരും ഇവിടേക്ക് വന്ന് നിൽക്കുന്നു, അത് ഇവരെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ കാർട്ടർ ചോദിക്കും, ഇതാരാന്ന് ചോദിക്കുമ്പോൾ സാം പറയും, അവരെന്തായാലും സോംബികളല്ല എന്നും പറഞ്ഞ് ഇവരങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ 3 സ്ത്രീകളും തല കീഴായിട്ട് തിരിഞ്ഞ് ഈ മൃഗം വരുന്നത് പോലെ 4 കാലിൽ വരുന്നു. അങ്ങനെ ഓടി വരുന്നതും ഇവർ 3 പേരും അവിടെ നിന്ന് മറ്റൊരു വഴി ഓടും, കാരണം ഈ ഒരു ലിഫ്റ്റ് തുറന്നിട്ടില്ല. അങ്ങനെ ഓടി ഈ പടിക്കെട്ട് വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സാം ആ ഡോർ ഇങ്ങനെ അടച്ചു പിടിച്ചേക്കാണ്. അവരാണെങ്കിലോ ആ ഡോർ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മോണിക്കയും കാർട്ടറും താഴേക്ക് ഓടി പോകുന്നതും സാം ഇപ്പോൾ ആ ഡോറിനടുത്ത് നിന്ന് പെട്ടെന്ന് താഴേക്ക് ഓടി വരും. അപ്പോൾ അവരാണെങ്കിൽ ഈ ഡോർ ഇടിച്ചങ്ങ് പൊളിക്കും. അങ്ങനെ സാം താഴേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ഒരു കറുത്ത കൈ വന്നിങ്ങനെ പിടിക്കും. ഇത് കാരണം സാം പതിയെ മുകളിലേക്ക് തന്നെ നടക്കാൻ തുടങ്ങും, കാരണം താഴെ നല്ല പുകയുണ്ട്. അവൻ എന്തോ പേടിയാവുന്നത് പോലെ. അപ്പോഴാണ് സാമിനെ ഒരു നേഴ്സ് വന്ന് പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നിട്ട്, നീ ഒരിക്കലും അവിടേക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ സാം പറയും, എല്ലായിടത്തും പുകയുണ്ട്, ഇവിടെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നേഴ്സ് പറയും, ഞാൻ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ്, ഇല്ല എനിക്ക് എന്റെ സുഹൃത്തുക്കളെ സഹായിക്കണം. അപ്പോൾ അയാൾ പറയും, ഇല്ല അവർ നിന്റെ സുഹൃത്തുക്കളല്ല, നിനക്ക് അവരോടൊപ്പം അവിടെ പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് അവിടേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് അവന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഈ നേഴ്സിനെ അടിച്ചങ്ങ് താഴേക്കിടും. അപ്പോഴേക്കും സാമിന്റെ ബോധം പോയിട്ട് അവൻ നേരെ താഴേക്ക് വീഴുന്നതും ഇപ്പൊ അവൻ ആക്സിഡന്റ് സംഭവിച്ചത് എങ്ങനെയാണെന്ന് കാണിക്കാണ്. അവന്റെ ഭാര്യയായിട്ട് സംസാരിച്ച്
അവനെന്തൊരു ജോലിയുടെ ആവശ്യമായിട്ട് അവിടെ നിന്നും കാർ എടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ മെയിൻ റോഡിലേക്ക് കടക്കാനായിട്ട് വരുമ്പോൾ ഈ ഫോണ് റിങ് ചെയ്യുന്നത് കാരണം അവൻ ഫോണിലേക്ക് നോക്കും. പക്ഷെ എതിർവശത്തൂടെ മറ്റൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അത് സാമിന്റെ വണ്ടിയിലേക്ക് വന്ന് ഇടിക്കുമ്പോഴാണ് ആ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ആ ഡോക്ടർ ഇപ്പോൾ സാമിനെ ഒരു ബെഡിൽ കിടത്തിയിട്ട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോവാണ്. പോകുന്ന സമയത്താണ് വീൽ ചെയറിൽ ഒരാള് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അയാളായിട്ട് കുറച്ചു നേരം സംസാരിച്ച് സാമിനകത്തേക്ക് കൊണ്ടുപോയി അവന്റെ ആ ഒരു മുറിവുണ്ടല്ലോ അതെല്ലാം വെച്ച് കെട്ടി. കുറച്ചു കഴിഞ്ഞ് സാമ് കണ്ണുറക്കുമ്പോൾ അവൻ വീണ്ടും മറ്റൊരു മുറിയിലാണ് കിടക്കുന്നത്. എഴുന്നേറ്റ് ഉടനെ തന്നെ അവൻ ഡ്രസ്സ് എടുത്തിട്ട് അടുത്തായിട്ട് കുറച്ച് മരുന്നിരിപ്പുണ്ട്, അതും എടുത്ത് കഴിക്കും. കൂടാതെ അവിടെ നിന്ന് ഒരു പൈപ്പ് റിഞ്ച് കിട്ടും, അതും എടുത്ത് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവന്റെ പിറകിലേക്ക് ഒരു പോലീസുകാരൻ വന്ന് തോക്ക് കാണിക്കും. എന്നിട്ട് ആ ഒരു പൈപ്പ് റിഞ്ച് അത് താഴേക്കിടാൻ പറയും. എന്നിട്ട് സാമിനോട് ചോദിക്കും, നീ അവരിൽ ഒരാളാണോ നീ എന്ന് ചോദിക്കുമ്പോൾ സാമു പറയും, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ അയാൾ പറയും, ശരി ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറയുമ്പോൾ സാമു പറയും, ഇല്ല നിങ്ങൾ ഒരിക്കലും എലിവേറ്റർ ഉപയോഗിക്കരുത്, കാരണം അവിടെ പലയിടങ്ങളിലായിട്ട് പുകയുണ്ട് എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ സാമിനോട് പറയും, അല്ല നീ എപ്പോഴെങ്കിലും ജനാല വഴി പുറത്തേക്ക് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് സാമ് എന്ത് അതെ പോയി നോക്കാൻ പറയുന്നതും സാം അടുത്തുള്ള ആ ഒരു ജനാല തുറന്നിങ്ങനെ നോക്കുന്നതും ഈ ഹോസ്പിറ്റലിന് വെളിയിലായിട്ടും അതുപോലെ തന്നെ പുക കൊണ്ട് നിറഞ്ഞേക്കാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴേക്കാണ് ആ പോലീസുകാരന് സംഭവിച്ച ഒരു കാര്യം നമുക്ക് കാണിച്ചിരുന്നത്. അയാള് ഒരു ഷോപ്പിനകത്തേക്ക് കയറി സാധനം വാങ്ങുമ്പോൾ ആ ഷോപ്പിലെ ഉടമ പോലീസുകാരനോട് കൈ കൊണ്ടിങ്ങനെ സിഗ്നൽ കാണിക്കും. പുറകില് ഹൂടിയിട്ട് ഒരുത്തൻ അവന്റെ കയ്യിൽ തോക്കണെന്ന് പറയുമ്പോൾ ഈ പോലീസുകാരൻ പെട്ടെന്ന് പുറകിലേക്ക് തിരിയുമ്പോഴത്തേക്കും ഒരു ലേഡിയുടെ അടുത്ത് കാർട്ടർ എന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നു. അവനെ തോക്ക് ചൂണ്ടുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, സാർ നിങ്ങൾ തെറ്റായിട്ടുള്ള ആളെയാണ് തോക്ക് ചൂണ്ടിയിട്ടുള്ളത്, യഥാർത്ഥ കള്ളന്റെ അവിടെയാണെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോ ആ ജനാലയിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പോലീസുകാരനെ അവിടെ കാണാനില്ല. അങ്ങനെ അയാളെ കാണാതാവുന്നതും സാമ് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി നടന്നു വരികയാണ്. അവന്റെ ആ ഒരു മുറിവിനാണെങ്കിൽ നല്ല വേദനയുണ്ട്. അപ്പോഴാണ് അടുത്ത റൂമിൽ നിന്ന് ഒരാൾ അവനെ വിളിക്കുന്നത്. സാം അവിടേക്ക് ചെല്ലുമ്പോൾ നേരത്തെ വീൽ ചെയറിൽ കണ്ടല്ലോ അയാളാണത്. അയാളുടെ പേര് വിർജിൽ എന്നാണ്. അയാൾ കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ സാമു പറയും, ഇവിടെ എന്തോ ഒരു അപകടം നടക്കുന്നുണ്ട്, വെളിയിൽ നല്ല പുകയുണ്ട്, എന്നെ ആക്രമിക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, പിന്നെ ഒരു ഡോക്ടറാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ വിർജിൽ പറയും, അതെ ശരി തന്നെയാണ്, പക്ഷേ നീ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കും, ഈ ഇരുട്ടെല്ലാം മാറും എന്നല്ല അയാൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സാമിന് അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് സാമു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂഫിലേക്ക് പോയാലോ, അവിടെ ചെന്നിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇയാളെയും വിളിച്ചിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പോഴേക്കാണ് ആ ഡോക്ടർ ഉണ്ടല്ലോ അവർ അവിടേക്ക് വന്നിട്ട്, ഹേയ് നീ ഇവിടെ ഉണ്ടോ? അപ്പോൾ സാമു പറയും, ഇവിടെ ഇതുപോലെ ഒരു പോലീസുകാരനുണ്ട്, ആ വെടിവെച്ച നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ കേട്ടു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും വെളിയിലേക്ക് പോയാൽ മതിയോ എന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഡോക്ടറിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ലില്ലി എന്ന് പറയും. അപ്പോൾ ഡോക്ടറിനെ എന്തായാലും നമുക്ക് ലില്ലി എന്ന് വിളിക്കാം. അങ്ങനെ ഇവർ അവിടെ നിന്ന് നടന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ലില്ലി പറയുന്നത്, നമുക്ക് എന്തായാലും താഴേക്ക് പോയിട്ട് ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താം, എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വെളിയിൽ ഇറങ്ങാം. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അടുത്തൊരു വഴിയെ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ അയാൾ നിൽക്കുന്നത് സാം കാണുന്നത്. അപ്പൊ ഈ കാര്യം ലില്ലിയോടും വിർജിനോടും പറയുമ്പോൾ വിർജിൽ എന്ന് പറഞ്ഞ അയാൾ പറയും, നമ്മൾ വെറുതെ അയാളോട് ഫൈറ്റ് ചെയ്യണ്ട, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ സാം പറയും, ശരി ഞാൻ പോയി സംസാരിക്കാന്നും പറഞ്ഞ് അവൻ നടന്ന് അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പൊ അയാളാണെങ്കിലോ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സാം ഇപ്പോൾ മറ്റൊരിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ പെൺകുട്ടി മുഖത്ത് കുറെ കെട്ടുകളുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. സാം ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവൾ കൈ പതിയെ മുകളിലേക്ക് ഇങ്ങനെ കാണിക്കും. അങ്ങനെ സാം പതിയെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് കത്തിയിട്ട് അതിന്റെ കളർ മാറി സ്പാർക്കെല്ലാം വീഴുന്നുണ്ട്. അങ്ങനെ സാം പെട്ടെന്ന് താഴേക്ക് വീണ് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആ കളർ മാറിയിട്ടുണ്ട്. അതുമല്ല ആ ചെറിയ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവളെ സഹായിക്കുക എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി പോകുന്നതും സാം ഇപ്പൊ അലറി വിളിക്കുമ്പോൾ ലില്ലി ഓടി അടുത്തേക്ക് വന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ട കാര്യം അവൻ പറയുന്നത്. അപ്പോഴേക്കും ആ നേഴ്സ് ഉണ്ടല്ലോ അയാൾ ഓടി വന്ന് സാമിന്റെ കഴുത്തിൽ വീണ്ടും പിടിച്ചിട്ട് നീ ഒരിക്കലും ഇവരോടൊപ്പം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതും ആ നേഴ്സ് അവനെ നോക്കുമ്പോൾ അവളെ ഒരു ഒറ്റയടി അവള് താഴേക്ക് ഒന്ന് വീഴും. എന്നിട്ട് ഈ നേഴ്സിനെ നോക്കുമ്പോഴത്തേക്കാണ് അയാളുടെ മുഖമെല്ലാം മാറിയിട്ട് ഇപ്പൊ കണ്ണും വായൊന്നും ഇല്ല. ആ അവസ്ഥയിൽ സാമിനെ നോക്കുമ്പോൾ വിർജിൽ എന്ന് പറഞ്ഞ അയാള് അവനെ വെറുതെ വിട് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ആ നേഴ്സ് വിർജിൽ എന്ന് പറഞ്ഞ അയാളുടെ അടുത്തേക്ക് നടന്നു ചെല്ലും. അപ്പൊ സാം ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അയാൾ കേൾക്കുന്നില്ല. അയാൾ നേരെ വന്ന് വിർജിലിനെ എടുത്ത് മറ്റൊരു വശത്തേക്ക് പോവാണ്. അങ്ങനെ സാം എഴുന്നേറ്റിട്ട് ഓടി അവിടേക്ക് ഒന്ന് നോക്കുമ്പോൾ വിർജിലിനെ അവിടെ കാണുന്നില്ല. അപ്പോൾ വിർജിലിന്റെ പേര് വിളിച്ച് ഇങ്ങനെ കരയുന്നതും ലില്ലി നേരെ അവിടേക്ക് വന്നിട്ട് സാമിനെ വിളിച്ച് ഇവര് രണ്ടുപേരും ഓടി ലിഫ്റ്റിലേക്ക് കയറും. എന്നിട്ട് റൂഫിലേക്ക് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ ലിഫ്റ്റ് ആ നേഴ്സ് വന്നിങ്ങനെ വലിച്ച് തുറന്നിട്ട് സാമിനെ എന്തുകൊണ്ടോ ഇവരോടൊപ്പം വിടാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ആ ഡോക്ടറായിട്ടുള്ള ലില്ലി ഉണ്ടല്ലോ അവരെ അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് പോകുന്നു. സാമിനിപ്പോ അവരോടൊപ്പം പോകാനും കഴിയുന്നില്ല. സാം ആ ലിഫ്റ്റിൽ പെട്ടുപോയി. അങ്ങനെ ആ ലിഫ്റ്റ് അവിടെ നിന്ന് പ്രവർത്തിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ലിഫ്റ്റിന് മുകളിൽ വീണ്ടും നേരത്തെ സാമിനെ കൊല്ലാൻ വന്നല്ലോ
അയാള് ഈ ലിഫ്റ്റ് ഇടിച്ച് പൊളിക്കാൻ ശ്രമിക്കുന്നു. ഇത് കാരണം സാം ലിഫ്റ്റ് അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവൻ നേരത്തെ മോണിക്ക എന്ന് പറഞ്ഞ ഒരു പെണ്ണെ കൊണ്ടൊരു റിസപ്ഷൻ ഭാഗത്തേക്ക് വന്നല്ലോ, അവിടെ തന്നെയാണ് അവൻ വീണ്ടും എത്തുന്നത്. അങ്ങനെ അവിടെ വന്നിരുന്നിട്ട് ഇനി അവനൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മോണിക്ക എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അവിടെയുണ്ട്. അവളിപ്പോൾ പതിയെ സാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെല്ലാവരും ഇതിനകത്ത് അകപ്പെട്ടുപോയി, നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് വേറെ ഒരു വഴിയുമില്ല എന്ന് പറയുമ്പോൾ സാമു പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് മറ്റൊരു വഴിയുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ നേരെ ആ ജനാലയുടെ അടുത്തേക്ക് ചെന്നിട്ട് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ വെളിയിൽ ഇപ്പോഴും ഇരുട്ടാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ലിഫ്റ്റിൽ നിന്നും ഒരു തല ഉരുണ്ട് താഴേക്ക് വീഴുന്നത്. അത് ആരുടേതാണെന്ന് വെച്ചാൽ ആ നേഴ്സിന്റെ. അകത്തു നിന്ന് വരുന്നതോ ലില്ലി എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ. അങ്ങനെ അവൾ വന്ന് സാമിനോട് സംസാരിക്കുമ്പോൾ സാം മോണിക്കയെ കാണിച്ചിട്ട് പറയും, ദേ ഇതാണ് മോണിക്ക, എൻ്റെ സുഹൃത്താണ്. അങ്ങനെ രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തി നിൽക്കുമ്പോൾ അടുത്ത് നിന്ന് ഒരാള് എന്തിനോ തട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നു. ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ പോലീസുകാരനുണ്ടല്ലോ, അയാൾ ഒരു കസാര എടുത്ത് ഈ ജനാല അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അയാൾ തോക്ക് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുള്ളറ്റ് കൊണ്ടിട്ട് പോലും ആ ജനാല തകരുന്നില്ല. അപ്പോഴാണ് കാർട്ടർ എന്ന് പറഞ്ഞ അവനും ഇവരോടൊപ്പം ഓടി വരുന്നത്. അപ്പോൾ കാർട്ടറിനെ കാണുമ്പോൾ ആ പോലീസുകാരൻ, ഏയ് നീയല്ലേ എന്നെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ കാർട്ടർ പറയും, ഞാനല്ല നിങ്ങളെ ഷൂട്ട് ചെയ്തത്, നിങ്ങളെ ഷൂട്ട് ചെയ്ത ആള് അവിടെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങളാണ് തെറ്റിദ്ധരിച്ച് എന്നെ ഷൂട്ട് ചെയ്തത്, എന്നെ പോലെ തന്നെ ഹൂഡി ധരിച്ച വേറൊരുത്തൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം കാർട്ടർ പറയുമ്പോൾ അവിടെ വെച്ചാണ് ഇവർക്ക് എന്താണ് ആ ഷോപ്പിനകത്ത് വെച്ച് സംഭവിച്ചത് എന്നുള്ള യഥാർത്ഥ കാര്യം കാണിച്ചിരുന്നത്. ഈ പോലീസുകാരൻ സാധാരണ രീതിയിൽ ഷോപ്പിലേക്ക് സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ ഷോപ്പിൽ ഹൂഡി ധരിച്ച വേറൊരുത്തനുണ്ടായിരുന്നു. കാർട്ടറും ഇതുപോലെ തന്നെ ആ ഹൂഡി ധരിച്ചായിരുന്നു നിന്നിട്ടുള്ളത്. അപ്പോഴേക്കാണ് ആ ഒരു കടക്കാരൻ പോലീസുകാരനോട് പറയുന്നത് അവിടെ ഒരു കള്ളനുണ്ട്, അവൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുന്നത്. പോലീസുകാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൂഡി ധരിച്ച് നിൽക്കുന്നത് കാർട്ടറാണല്ലോ, അതുകൊണ്ട് കാർട്ടറിന്റെ നേർക്ക് തോക്ക് ചൂണ്ടും. അപ്പോൾ കാർട്ടറിന്റെ കൂടെ വേറെ ലേഡിയുണ്ട്. അപ്പോഴാണ് കാർട്ടർ പറയുന്നത്, ഏയ് ഞാനല്ല, ദേ അവിടെ നിൽപ്പുണ്ടെന്ന് പറയുന്നതും അവിടെ നിൽക്കുന്ന ആ ഒരു കള്ളൻ ഈ പോലീസുകാരനെ ഷൂട്ട് ചെയ്യും. അപ്പോൾ പോലീസുകാരൻ തിരിച്ച് ഷൂട്ട് ചെയ്തിട്ട് കുറെ നേരം രണ്ടുപേരും അങ്ങോട്ട് കണ്ട് ഷൂട്ട് ചെയ്ത് അവസാനം ആ കള്ളനെ പോലീസുകാരനെ വെടിവെച്ച് കൊല്ലും. പക്ഷെ പോലീസുകാരന്റെ വയറിലെ ബുള്ളറ്റ് കൊള്ളുന്നു. അങ്ങനെ പോലീസുകാരൻ താഴെ വീഴുമ്പോൾ കാർട്ടറിന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരുടെ വയറിലും ബുള്ളറ്റ് കൊണ്ടിരുന്നു. അങ്ങനെ കാർട്ടർ ഇത് കണ്ട് പെട്ടെന്ന് പേടിച്ച് ഈ ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഓടുമ്പോൾ ഈ പോലീസുകാരൻ വിചാരിക്കും കാർട്ടറും ഈ കള്ളന്റെ കൂടെയുള്ളതാണെന്ന്. അങ്ങനെ കാർട്ടറിനെ അയാൾ വെളിയിലേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യും. ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ സാം പോലീസുകാരനോട് പറയും, നമ്മളെല്ലാവരും ഒരേ വഴിയിലാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഇവിടെ എന്താ നമുക്ക് സംഭവിച്ചത് അതാദ്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് കാർട്ടർ പറയും, ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കട്ടിലിനടുത്ത് ഒരു മരുന്നുണ്ടായിരുന്നു, അത് ഡ്രഗാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഡ്രഗിന് അഡിക്റ്റ് ആണോ? അപ്പോൾ നമ്മുടെ ലില്ലി പറയും, ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല. അപ്പോഴേക്കും മോണിക്ക പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഹാലൂസിനേഷൻ വന്നതാണെങ്കിലോ, അതിന്റെ ഒരു സ്വപ്നത്തിന്റെ ഭാഗമാണെങ്കിലോ, ഇതെല്ലാം വെറുതെ തോന്നുന്നതാണെങ്കിലോ എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയും, ഇനിയിപ്പോൾ നമ്മളെല്ലാവരും മരിച്ചതാണെങ്കിലോ? അപ്പോൾ ലില്ലി പറയും, ഒരിക്കലും അല്ല. അപ്പോൾ മോണിക്ക ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? കാരണം നീ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ദേ അവനെ രക്തവും പോകുന്നുണ്ട്. അപ്പോൾ സാമു പറയും, അതെ നമ്മൾ ആരും മരിച്ചിട്ടില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ കാർട്ടർ ആ പോലീസുകാരനോട് പറയും, പക്ഷെ നമ്മളോടൊപ്പം ദേ ഇതുപോലെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ എന്തൊക്കെയാ പറയുന്നത്. പോലീസുകാരൻ പെട്ടെന്ന് കാർട്ടറിന്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെയും കൊല്ലുകയാണ്. അപ്പോൾ സാമു എന്ന് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും, അവൻ കാരണമാണ് ഞാൻ ഇവിടെ ഉള്ളത്, ഒരുപക്ഷെ അവനെ നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ അവൻ നമ്മളെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങനെ നിൽക്കും. അപ്പോഴാണ് ആ പോലീസുകാരൻ നമ്മുടെ ലില്ലിയുടെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട്, ഹേയ് നീ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നേ, അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ ഇതിനകത്തേക്ക് വന്നേ, ആ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറയുന്നതും ലില്ലി പറയും, ശരി ബാന്നും പറഞ്ഞ് അവൾ അവനെ വിളിച്ചിട്ട് ആ ലിഫ്റ്റിനടുത്തേക്ക് കൊണ്ടാക്കി. ഓക്കെ, ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ എനിക്കൊരു കാറുണ്ട്, അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഈ പോലീസുകാരൻ പറയും, ഇവൾക്ക് എന്തൊക്കെയാ അറിയാം, അവൾ നമ്മളോട് പറയാത്തതാണെന്ന് പറയുമ്പോൾ ലില്ലി പറയും, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇത് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം പെട്ടെന്നൊരു കാര്യം പറയുന്നത്, ഹേ ഗായ്സ്, ഇവിടെ കിടന്ന ആ ഒരു തലയന്തി അതിവിടെയായിരുന്നു വീണിരുന്നത്, പക്ഷെ ഇപ്പൊ അത് കാണാനില്ല എന്ന് പറയുന്നതും ആ ലിഫ്റ്റ് തുറക്കുന്നു. അതേപോലെ തന്നെ എന്തോ ഒരു കാര്യം ഈ പോലീസുകാരനെ വലിച്ച് പുകയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇത് കാരണം മോണിക്ക അവിടെ നിന്ന് പേടിച്ച് ഓടുന്നതും സാം അവളെ പിടിക്കാൻ പോകുമ്പോൾ ലില്ലി വന്ന് സാമിനെ തടഞ്ഞിട്ട്, സാം നീ ഇവിടെ തന്നെ നിൽക്ക്, എന്നോടൊപ്പം നിൽക്കാൻ പറയുമ്പോൾ സാം പറയും, ഇല്ല മോണിക്ക എനിക്ക് വിടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സാം ഇപ്പോൾ മോണിക്കയുടെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇതൊരു പക്ഷേ നരകമായിരിക്കണം എന്ന് പറയുമ്പോൾ സാം പറയും, മോണിക്ക ഇത് കേൾക്ക്, നമ്മൾ ഡോക്ടർ ലില്ലിയെ വിശ്വസിച്ചാൽ മതിയാവും, നമുക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ സാം പറയും, ശരി ഞാൻ ആദ്യം ഒരു ലിഫ്റ്റ് വഴിയെ താഴേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ആ കോമയിൽ കിടന്ന അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് പാതി വഴിയിൽ ഞാൻ ഇറങ്ങി, നമുക്ക് അതുവഴി തന്നെ താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവരെയും കൂട്ടി ആ ലിഫ്റ്റിൽ നേരെ താഴേക്ക് പോവാണ്. താഴേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്.
അങ്ങനെ അവിടേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും ആവശ്യത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അപ്പോഴാണ് മോണിക്ക അടുത്തുള്ളൊരു റൂമിലേക്ക് നോക്കി എന്നിട്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും മരിച്ചവരായിരിക്കാം എന്നും പറഞ്ഞ് അവൾ ആ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു മോർച്ചറി റൂമായിരുന്നു. മരിച്ചവരുടെ എല്ലാവരുടെ ശരീരം അവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവിടേക്ക് വന്ന് എന്നിട്ട് മോണിക്ക പറയും, ദേ ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഒരുപാട് പണം അടച്ചു എൻ്റെ ബ്രസ്റ്റ് സർജറി ചെയ്യാൻ വേണ്ടി എന്നും പറഞ്ഞ് അവളുടെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അവളുടെ ബ്രസ്റ്റിന് ചുറ്റും കത്രിക കൊണ്ട് മുറിച്ച പാടോ ഒന്നും കാണുന്നില്ല. കാരണം അവൾ ഇതുവരെയും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലില്ലി അവിടേക്ക് വന്ന് അവൾക്ക് ആ ഒരു വസ്ത്രം എടുത്തിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സാമു പറയും, ഹേയ് എനിക്കിവിടെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് 911 വിളിക്കുകയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്നും കോൾ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് സാമു പറയുന്നത്, ഓ മേഡം, ഞങ്ങൾ ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ പെട്ടുപോയിട്ടുണ്ട്. അതൊരു ഉപേക്ഷിക്കപ്പെട്ട ഹോസ്പിറ്റൽ. ഇവിടെ വേറെ ആരെയും കാണാനില്ല. ഞങ്ങളെ കൊല്ലാനായിട്ട് 1-2 പേര് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ഇപ്പോൾ അവർ ഫോണിൽ സംസാരിക്കുന്നില്ല. ആ കോളങ്ങ് കട്ടായി പോയി. അപ്പോഴേക്കും ആ ഡോക്ടർ ലില്ലി സാമെന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നതും അവിടെ മരിച്ചു കിടക്കുന്ന 3 പേര് എഴുന്നേറ്റിങ്ങനെ ഇരിക്കുന്നു. അതാരൊക്കെയാന്ന് വെച്ചാല് ഈ പോലീസുകാരനോടൊപ്പം ആ ഷോപ്പിലുണ്ടായിരുന്നല്ലോ ആ കള്ളൻ, അതേപോലെ തന്നെ ആ ഷോപ്പിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ, വെടിയേറ്റ് മരിച്ച അവര്, പിന്നെ നമ്മുടെ സാമനെ ഇടിച്ച ആ ഒരു ട്രക്ക് ഡ്രൈവർ, അയാളും മരിച്ചിരുന്നു. അയാളും അപ്പോഴേക്കാണ് പെട്ടെന്ന് പോലീസുകാരൻ ഇതിനകത്തേക്ക് കയറി വന്നിട്ട്, അതെ അവരെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അവരെല്ലാവരും മരിച്ചു, പക്ഷെ നമ്മൾ ഇതുവരെ മരിച്ചിട്ടില്ല. അത് ശരിയല്ലേ ഡോക്ടർ? കാരണം എനിക്ക് ആ സംഭവത്തിലും വെടിയേറ്റിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ വയറിൽ ആ ബുള്ളറ്റിന്റെ പാടുപോലും കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് എന്തായാലും ഒരു വഴിയുണ്ട്. നേരത്തെ എനിക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ ഈ ഡോക്ടർ നിങ്ങൾ തന്നെ എനിക്ക് വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ ഇവരെയും കൊണ്ട് വീണ്ടും മറ്റൊരു വശത്തേക്ക് തന്നെ പോവാണ്. അങ്ങനെ ഇവിടെ നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് തീ പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണും. അപ്പോൾ ആ ഡോക്ടർ പറയും, എനിക്ക് ഈ ഒരു വഴി മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയും, ശരി ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് അയാൾ നടന്നു പോകുമ്പോൾ മോണിക്കയും അയാളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ സാമു വിളിക്കാനായിട്ട് നിൽക്കുമ്പോൾ മോണിക്ക പറയും, എനിക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് വെളിയിലേക്ക് പോകണം, അതാണ് ആവശ്യമെന്ന് പറഞ്ഞ് അവളും അയാളുടെ പിറകെ തന്നെ പോകുന്നതും ഇപ്പൊ ഈ പോലീസുകാരൻ തീ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കാർട്ടർ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ ചാടി വന്ന് ഈ പോലീസുകാരനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവനിപ്പോ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത അവസാനം പോലീസുകാരൻ ഒരു തവണ കൂടി നമ്മുടെ കാർട്ടറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതുമല്ല ഇവിടെ സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം കാരണം പോലീസുകാരന് നല്ല ദേഷ്യം വന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതും പെട്ടെന്ന് അയാളെ വീണ്ടും എന്തോ ഒരു കാര്യം പുകയിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ട മോണിക്ക പേടിച്ചവിടെ നിൽക്കുമ്പോൾ സാമ മോണിക്കയോട് പറയും, മോണിക്ക എത്രയും പെട്ടെന്ന് പടിയുടെ അടുത്തേക്ക് പോ, അതുവഴി താഴേക്ക് ഇറങ്ങാന്ന് പറയുന്നതും ഈ ഡോക്ടർ ലില്ലി ഉണ്ടല്ലോ അവരൊരിക്കലും സാമിനെ പോകാനായിട്ട് അനുവദിക്കുന്നില്ല. അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തിയിട്ട് നീ എന്നോടൊപ്പം വരണം, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ സാമു പറയും നമുക്ക് ആ ഒരു പടികളിലൂടെ തന്നെ താഴേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ ലില്ലി ഒരിക്കലും അവനെ വിടുന്നില്ല. അവള് പറയും നമുക്ക് എക്സിറ്റ് വഴി പുറത്തേക്ക് പോകാന്ന്. അപ്പോൾ സാമു പറയും ഇല്ല, പടിക്കെട്ട് വഴി തന്നെ താഴേക്ക് പോകണമെന്ന് പറയുമ്പോൾ വെർജിൽ ഉണ്ടല്ലോ അയാൾ വന്നിട്ട് പറയും ഇവിടെ നിന്ന് പോകാനായിട്ട് 2 വഴികളുണ്ട് എന്ന് പറയുമ്പോൾ സാമു നേരെ മോണിക്കയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മോണിക്ക ഞാൻ പറയുന്നത് കേൾക്ക്, പടിക്കെട്ട് വഴി തന്നെ പോകണമെന്ന് പറയുമ്പോൾ മോണിക്ക പറയും ഇല്ല സാം, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറയുന്നതും പെട്ടെന്ന് നമ്മുടെ മോണിക്കയും എന്തോ ഒരു കാര്യം ആ പോയ്ക്കുള്ളിലേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. സാമിനെ ഇടിച്ച് ദൂരിക്കും കളയുന്നുണ്ട്. അങ്ങനെ സാമു പുറകെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വിർജില് സാം എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും ലിഫ്റ്റിലേക്ക് കയറും. പക്ഷെ അവരോടൊപ്പം ആ ഡോക്ടർ ഒരിക്കലും പോകത്തില്ല. അങ്ങനെ ലിഫ്റ്റ് അടഞ്ഞിട്ട് ആ ലിഫ്റ്റ് ഇപ്പോൾ താഴേക്ക് പോകുന്നതും സാം അകത്തിരുന്നിട്ട് സാമിന് മനസ്സിലാവുന്നില്ല. സാമു ചോദിക്കുന്നുണ്ട് ഇതെന്താ സ്വർഗവും നരകവും എന്തെങ്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ വിർജിൽ പറയും ഇത് സ്വർഗമോ നരകമോ ഒന്നുമല്ല, ഇതിനിടയിലുള്ള ഒരു ഭാഗമല്ല, ഇത് സാധാരണ ഒരു ആശുപത്രി മാത്രമാണെന്ന് പറയുന്നതും സാം അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ എലവേറ്റർ നിയന്ത്രണമില്ലാതെ താഴേക്ക് വരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഒരിടത്ത് ഇടിച്ചു നിൽക്കുന്നതും സാം ഇപ്പോൾ എലവേറ്റർ കൈകൊണ്ട് വലിച്ചങ്ങ് തുറക്കും. എന്നിട്ട് വെളിയിലേക്ക് വരുമ്പോൾ അവൻ ആദ്യമേ കിടന്ന ആ ഒരു റൂമുണ്ടല്ലോ അതേ ഭാഗം തന്നെയാണ് പിന്നെയും വരുന്നത്. ഇത് കണ്ട സാം അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും വിർജിൽ പറയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അങ്ങനെ സാമു വിർജിലിനെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ കുട്ടികൾ കിടക്കുന്ന റൂമുണ്ടല്ലോ അവിടെ കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാമു അറിയാതെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ മുറിക്കകത്തേക്ക് കയറി നോക്കുമ്പോൾ കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ അവിടെ കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ വെളിച്ചങ്ങളെല്ലാം ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. അതേപോലെ സാമു തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ ഭാര്യ ഉണ്ടല്ലോ അവളെയും കാണുന്നു. അവളുടെ കയ്യിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ഇതും കണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്കാവുമ്പോൾ സാമു വിർജിലിനോട് ചോദിക്കും, അല്ല വിർജിൽ നീ എന്തിനാ ഈ ആശുപത്രിയിലുള്ളത്? വിർജിൽ ചോദിക്കും, സാം നീ എന്തിനാ ഇവിടെ ഉള്ളത്? എന്നിട്ടാണ് സാമു അവന്റെ തലയിൽ ആ ഒരു കെട്ടെടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഞാനിവിടെ മരിച്ചുപോയി അല്ലേ വിർജിൽ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് നീ മരിച്ചിട്ടില്ല, ഒരുപക്ഷെ അതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇവിടെ നടന്ന പല കാര്യങ്ങളും നമ്മുടെ സാം ആലോചിച്ച് നോക്കാണ്.
ആ കോമയിൽ കിടന്ന അയാളെ കൊന്ന കാര്യം, കാർട്ടർ എന്ന് പറഞ്ഞ അവനെ ഷൂട്ട് ചെയ്ത് കൊന്ന കാര്യം, ഇതെല്ലാം അവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴേക്കാണ് സാം ചോദിക്കുന്നത്, വിർജിൽ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ വിർജിൽ പറയും, ഞാനൊരു ഗൈഡ് മാത്രമാണ്. നീ എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരാള്. അപ്പോൾ സാം ചോദിക്കും, ഡോക്ടർ ലില്ലിയോ? അവളും ഒരു വഴികാട്ടി തന്നെയാണ്, മറ്റുള്ളവരെ അവരുടെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കാനുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ മൂവിയിലെ പ്രധാന ട്വിസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സാം ആ കാർ ആക്സിഡന്റിൽ ആ കാറിൽ കിടക്കുമല്ലോ. അപ്പോൾ ഒരു പോലീസുകാരനും അതേപോലെ തന്നെ വേറൊരാളും അവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് വിർജിലും ലില്ലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ലില്ലി സാമിനെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വിർജിൽ പറയും, സാം അവൾ പറയുന്നത് നീ കേൾക്കരുത്, നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് സാമിനെ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മോണിക്ക എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് തൻ്റെ ബ്രസ്റ്റ് ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് കിടക്കുമ്പോഴത്തേക്കും അവിടെയും ഇവർ രണ്ടുപേരും നിൽപ്പുണ്ട്. കൂടാതെ ആ പോലീസുകാരൻ ഷോപ്പിനകത്ത് നിൽക്കുമ്പോൾ അവിടെ ആ ഒരു ഷോപ്പ് ഉടമയ്ക്ക് പകരം ലില്ലിയും അതേപോലെ കാർട്ടർ എന്ന് പറഞ്ഞ അവൻ്റെ അടുത്ത് ആ ഒരു പെണ്ണിന് പകരം വിർജിലുമാണ് നിൽക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഹീറോ ഇപ്പോൾ വിർജിലിനെ കൊണ്ട് അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ അവിടെ ആ ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നു. അപ്പോൾ സാമു പറയും, എനിക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിർജിൽ പറയുന്നുണ്ട്, അതെ പരിക്കേറ്റ പെൺകുട്ടി, അവൾ ഈ ആശുപത്രിയിലേക്ക് ആദ്യം വരുമ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സാമ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവൾ പറയുന്നത്, എനിക്കിവിടെ ഇഷ്ടമല്ല, എന്നെ ഇവിടെ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകും, അതുമല്ല എനിക്ക് ആ ഒരു മോശപ്പെട്ട സ്ത്രീയോടൊപ്പം പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും സാം ഇപ്പോൾ ആ ചെറിയ പെൺകുട്ടിയെയും കൊണ്ട് വിർജിലിനെയും വിളിച്ച് ഇവർ മൂന്നുപേരും ലിഫ്റ്റിലേക്ക് കയറും. എന്നിട്ട് ലിഫ്റ്റ് വഴി വീണ്ടും താഴേക്ക് പോകുമ്പോൾ നേരത്തെ സാമിനെ കൊല്ലാൻ വന്ന അപ്പൂപ്പനുണ്ടല്ലോ, അയാൾ പിന്നെയും ഈ ലിഫ്റ്റ് പൊളിച്ച് താഴേക്കിറങ്ങി സാമുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ഈ ലിഫ്റ്റ് തുറന്ന് നേരെ വെളിയിലേക്ക് വന്ന് വീഴും. അങ്ങനെ ഇത്തവണയും നമ്മുടെ സാമ് ആ അപ്പൂപ്പനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. കൊന്നതിന് ശേഷം ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സാം ആ ചെറിയ പെൺകുട്ടിയോട് പറയും, ശരി ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ നല്ല വേഗതയിൽ ഓടണം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ആ ഒരു ഡോറ് തുറന്ന് ഈ പടിക്കെട്ട് വഴി താഴേക്ക് പോകാനുള്ള വഴിയുണ്ടല്ലോ അതിലെ ആ പെൺകുട്ടിയോട് ഓടാൻ പറയും. അങ്ങനെ അവളെ പറഞ്ഞു വിടുന്നതും സാം അവിടെ നിൽക്കുമ്പോൾ വിർജിൽ പറയും, അല്ല നീയോ അതിലേ പോ, അപ്പോൾ നിങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ ആ അപ്പൂപ്പനുണ്ടല്ലോ അയാൾ പിന്നെയും വന്ന് സാമിനെ അറ്റാക്ക് ചെയ്യുന്നു. സാം ഇപ്പോൾ താഴെ കിടന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പേരെ അവനെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ആ നേഴ്സ് ഉണ്ടല്ലോ അവര് സാമിനടുത്തേക്ക് നടന്നു വരുന്നു. ഈ സമയത്തെല്ലാം ആ അപ്പൂപ്പൻ സാമിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴാണ് നേഴ്സ് അടുത്തേക്ക് വന്നിട്ട്, ഏയ് നിങ്ങൾ താഴെയല്ല കിടക്കേണ്ടത്, പോയി ബെഡിൽ കിടക്കണമെന്ന് പറയുന്നതും ആ നേഴ്സ് ഇപ്പോൾ സാമിന്റെ കാലിൽ പിടിച്ച് അവനെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ മറ്റുള്ള ആളുകളെയും കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ ഭാര്യ അവൾ പറയുന്നത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നെല്ലാം പറയുമ്പോൾ അതേപോലെ തന്നെ അവനെ വലിച്ചൊരു മുറിക്കടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഈ ഡോക്ടർമാര് അവൻ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം സാമിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവനെ ചികിത്സയെല്ലാം ചെയ്തിട്ട് അവൻ ഓരോ തവണയും അവൻ ആ ഒരു CPR പോലുള്ള കാര്യം കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ആ ലൈറ്റ് എല്ലാം സ്പാർക്കായിട്ട് വീഴുന്നുണ്ടല്ലോ ആ കാര്യം സംഭവിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സാമിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, സാമ് ഇപ്പോൾ കോമയിലാണ്. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കി സാമ് കരഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനടുത്ത് വിർജിൽ എന്ന് പറഞ്ഞ അപ്പൂപ്പൻ നടന്നു വന്ന് നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കും, ഞാനിപ്പോൾ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതല്ല പ്രധാനം, നിന്റെ തെരഞ്ഞെടുപ്പാണ്, നിനക്ക് എന്താണ് വേണ്ടത് അത് നീ തിരഞ്ഞെടുക്കണം, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങ് എന്ന് പറയുമ്പോൾ സാമു ചോദിക്കും, അല്ല നിങ്ങളുടെ കാര്യം എന്താ, എന്നെപ്പറ്റി ആലോചിക്കേണ്ട, ഞാൻ വേറെ ഒരു വഴികാട്ടി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് സാമിനെ പറഞ്ഞു വിടുന്നതും സാം ഇപ്പോൾ അവിടെ നിന്ന് ഓടി ഈ പടിക്കെട്ട് വഴി മുകളിലേക്ക് ഓടി വരുന്നു. അങ്ങനെ ഓടി വരുമ്പോൾ ആ ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ സാം അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് പറയും, ബാ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല, ഇല്ല നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ ആദ്യം പറഞ്ഞ് മുകളിലേക്ക് വിടും. എന്നിട്ട് സാമ് പോകാനായിട്ട് വരുമ്പോൾ ഡോക്ടർ ലില്ലി ഉണ്ടല്ലോ അവൾ വന്ന് സാമിനെ തടയും. അപ്പോൾ ആ കറുത്ത കൈകൾ ഇവളുടേതായിരുന്നു. എന്നിട്ട് പറയും, ബാ നമുക്ക് താഴേക്ക് പോവാം, അവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത് എന്ന് പറയുമ്പോൾ സാമിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ലില്ലി പറയുന്നുണ്ട്, മോണിക്ക അത് തെരഞ്ഞെടുത്തു, താഴേക്കുള്ള ആ സ്ഥലം, അവിടേക്ക് നമുക്ക് പോവാന്ന് പറയുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ സത്യത്തിൽ മോണിക്ക ഈ ബ്രസ്റ്റിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നിരുന്നല്ലോ, പക്ഷെ അവിടെ വെച്ച് മോണിക്ക മരണപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ മോണിക്കയുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ടുള്ള നരകത്തിലേക്ക് അവളെ കൊണ്ടുപോകുന്ന ആളായിരുന്നു ഡോക്ടർ ലില്ലി. അവൾ മരിച്ചവരുടെ ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ വെർജിൻ എന്ന് പറഞ്ഞ അപ്പൂപ്പനുണ്ടല്ലോ അയാള് നല്ലവരായിട്ടുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടാനും അതിനു വേണ്ടിയിട്ടുള്ളൊരു വഴികാട്ടിയാണ് അയാള്. അതേപോലെ ഡോക്ടർ ലില്ലി പറയുന്നുണ്ട്, ആ പോലീസുകാരനും താഴേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ അയാൾ നരകത്തിലേക്കാണ് പോയിട്ടുള്ളത്. എന്നിട്ട് സാമിനോട് താഴേക്ക് വരാൻ പറയുമ്പോൾ സാം പറയും, ഇല്ല ഞാൻ മുകളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ സാം താഴെ നിന്ന് ഓടി മുകളിലേക്ക് വന്നിട്ട് ആ ചെറിയ പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് പറയും, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ആ ഡോറ് തുറന്ന് ആ പെൺകുട്ടിയെ
ഈ വാതിലിനപ്പുറത്തേക്കുള്ള വെളിച്ചത്തിലേക്ക് പറഞ്ഞു വിടുന്നതും. എന്താന്ന് വെച്ചാല് ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുമായിരുന്നു. അവൾ അതിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. അടുത്തത് സാം സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നിൽക്കാണ്. പക്ഷെ അതിനു മുന്നെയാണ് അവനും മനസ്സിലാക്കുന്നത് അവനിപ്പോൾ മരിക്കാൻ പോവാണെന്ന്. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇവരെല്ലാവരും മരിച്ചിട്ടില്ലായിരുന്നു. മരണത്തിന് മുന്നേയുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഇവരെല്ലാവരും ഈ ആശുപത്രിക്കകത്ത് ചുറ്റി നടന്നത്, അവരുടെ ആത്മാക്കള്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ആ ഒരു തെറ്റുകളുടെ ഫലമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിനുള്ളിൽ അവർക്ക് സംഭവിച്ചതും. അതിനുശേഷം അവരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വഴികാട്ടി കൊണ്ടുപോകുന്ന രണ്ടുപേരെ അവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് വിർജിലും ഡോക്ടർ ലില്ലിയും. ഇപ്പൊ അവസാനം സാമും മരണപ്പെട്ട് അവന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റ് ഈ മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.